ഭയങ്കര വിഷമം വരൂലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇല എടുത്തോടത്ത് അവനൊരു മാർക്കൊക്കെ ചെയ്ത് റൗണ്ടിൽ അവനൊരു മാർക്കൊക്കെ ചെയ്തിട്ട് പോക്കറ്റിൽ ഇല എടുത്ത് കൂട്ടുകാരെ ആൻസൂട്ടം കൊണ്ടുപോയി ഇല അതേ തിരിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. സ്വാഗതം. എടാ ആർക്കെങ്കിലും പേര് മനസ്സിലാവോടാ? ഞാൻ എഴുതും. അങ്ങനെ ഇരുന്നപ്പോഴേ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, ക്രിസ്മസ് രാവൊക്കെ കഴിഞ്ഞു. പുൽക്കൂടൊക്കെ നമ്മളിപ്പോൾ മാറ്റത്തില്ല കേട്ടോ, ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞേ മാറ്റത്തുള്ളേ. അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പം ആൻസുക്കുട്ടന് കേക്ക് കഴിക്കാൻ വീണ്ടും ഒരു മോഹം. കഴിക്കാനുള്ള സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാ? പിന്നെ അതുകൊണ്ട് നമ്മൾ എന്താ ജനുവരി 4-ാം തീയതി നമ്മുടെ ബാസ്കി മോൻ്റെ ബർത്ത്ഡേ ആണ്. അതല്ലേ സർപ്രൈസ്. പിന്നെ എന്നാ പറഞ്ഞു? എന്നാടാ മനസ്സിലായില്ല? എന്നാടാ? ആൻസുകുട്ടന് വേണ്ടിയിട്ടേ ഞാനൊരു ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസിന് ഓർഡർ ചെയ്യേണ്ടി ഇരുന്നതാണ്, നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. നമ്മൾ സംഭവം ഓർഡർ ചെയ്യാൻ മറന്നുപോയേ. ഞാനോർത്തു ജനുവരി 4-ാം തീയതി ബാസ്കുവിൻ്റെ ബർത്ത്ഡേ കാര്യം പറയാനാണ്. അതൊന്നും അല്ല കേട്ടോ. ആൻസൂട്ടിന് ഞാനൊരു ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജനുവരി 4-ാം തീയതി വരും. അതെന്താണെന്ന് നമ്മൾ ഗിഫ്റ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ പൊട്ടിച്ചൊക്കെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ആൻസൂട്ടനും എനിക്കും അറിയാം, കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് നോക്കിയാണ് നമ്മൾ ഗിഫ്റ്റൊക്കെ ഓർഡർ കൊടുത്തത്. കുറേ ഗിഫ്റ്റ്സ് നമ്മൾ നോക്കിയിട്ട് അതിൽ നിന്നും സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം വളരെ ഉപകാരമുള്ള കാര്യമൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇന്നിപ്പം നമ്മളെ കടയിൽ പോവുകയാണ് കേക്ക് വാങ്ങാനായിട്ട്. ആൻസൂട്ടിന് നമുക്കൊരു കേക്ക് മുറിച്ച് കഴിക്കാനായിട്ട് കൊടുക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ 2 കേക്ക് വാങ്ങി, ഡ്രീം കേക്കും വാങ്ങി, അല്ലാത്ത കേക്കും വാങ്ങിച്ചു ബട്ടർ സ്കോച്ചിൻ്റെ. പക്ഷേ ആൻസൂട്ടിന് അതൊന്നും കഴിച്ചിട്ട് മതിയായില്ല. ഞാൻ നോക്കിയപ്പോൾ അവസാനം ബട്ടർ സ്കോച്ചിൻ്റെ കേക്കിൻ്റെ കവറിൽ നിന്ന് ഇച്ചിരിയൊക്കെ ഇരിക്കുന്നതൊക്കെ തോണ്ടി കഴിക്കുന്നു. കണ്ടപ്പോൾ അങ്ങ് വിഷമം വന്നു. അപ്പം എന്താണേലും ആൻസൂട്ടിൻ്റെ ആഗ്രഹമല്ല, ഒരു കേക്ക് അങ്ങ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഇപ്പം നമ്മൾ പോകാനായിട്ട് വണ്ടി വരുന്നത് വെയിറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കേക്കൊക്കെ പോയി വാങ്ങാം. നമ്മൾ ബ്രദേഴ്സിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങുന്നത്. അവിടുത്തെ കേക്കിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടം. നിനക്കിഷ്ടമാണോടാ ബ്രദേഴ്സിലെ കേക്ക്? മാറിയൊരു കേക്ക് നമ്മളൊരു തവണ ആൻസൂട്ടിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വരുത്തിച്ചതാണ് കേട്ടോ. പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പം അതറിയത്തില്ല, എവിടെ നിന്ന് വാങ്ങിയെന്ന് എനിക്കറിയത്തില്ല. അല്ല, നമ്മൾ ആ വണ്ടിച്ചേട്ടനോട് പറഞ്ഞു വിട്ടു പൈസ കൊടുക്കുമായത്. പക്ഷേ അത് നമ്മൾ നോക്കി ബ്രദേഴ്സിൽ നിന്ന് തന്നെ വാങ്ങണേന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല വാങ്ങി. നമ്മൾ ബ്രദേഴ്സിൻ്റെ ആണെങ്കിൽ കവറിൽ തന്നെ ബ്രദേഴ്സിൽ നിന്ന് കാണും കേട്ടോ. അങ്ങനെ പറ്റി. ഞാൻ ബ്രദേഴ്സിലേക്ക് വിളിച്ച് ഓർഡറൊക്കെ ചെയ്ത് വെച്ച് പേരൊക്കെ എഴുതിപ്പിച്ച് വെച്ചതായിരുന്നു. പക്ഷേ അവിടെ നല്ല വാങ്ങിച്ചത്. അത് ഭയങ്കര ഒരു സങ്കടമായിപ്പോയി. അത് പിന്നെ ഞാൻ വേറെ ആർക്കും ഓർഡർ കൊടുക്കാറില്ല. നമ്മൾ അവിടെ നിന്ന് നേരിട്ട് പോയി വാങ്ങും കേട്ടോ ചെയ്യുന്നത്. എന്നാണേലും പോയി വാങ്ങണം. പിന്നെ ഇവിടെ പിടിയൊക്കെ ഇരിക്കുക. എന്നിട്ട് ഇവൻ്റെ പേർക്ക് എന്നോട് പറയാം നീർദോശ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടേ നല്ല വഴക്കായിരുന്നു എന്നോട്. ഞങ്ങൾ രണ്ടുപേരും കിടന്ന് ഉറങ്ങിയിട്ടോ, നല്ല സുഖമായി ഉറങ്ങി. എന്താണെന്നറിയില്ല, പകലൊക്കെ ഇരിക്കുമ്പോൾ ഇപ്പം അങ്ങോട്ട് ഉറക്കം വരുവാന്നേ. ഞാൻ ഇറങ്ങിയപ്പോൾ ഇവൻ എഴുന്നേറ്റിരുന്നു. ഞാൻ എണീറ്റപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവൻ പോത്ത് പോലെ കിടന്നുറങ്ങും, കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നു. അങ്ങനെ അപ്പോൾ സന്ധ്യാസമയമൊക്കെയാണ്. നമ്മൾ പോയിട്ട് പെട്ടെന്ന് വരും. നമുക്ക് ഒരുപാടൊന്നും വാങ്ങാനില്ല. നമ്മൾ ബ്രദേഴ്സിന് മാത്രം കയറിയാൽ മതി കേട്ടോ. പിന്നെ ATM കയറണം, പോയി പൈസ എടുക്കണം. അപ്പോൾ അതിന് മുതലക്കൊടുത്ത് പോകേണ്ട വരും. പട്ടംകാലയിലെ ATM ഉണ്ടെങ്കിൽ പിന്നെ പട്ടംകാലയിലേക്ക് മാത്രം അങ്ങ് പോയാൽ മതിയായിരുന്നു. അല്ലടാ, മുതലക്കുടത്തേക്ക് പോകണ്ടായിരുന്നല്ലടാ. അതിനാ നമ്മൾ രണ്ടുപേരും കൂടെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ടോ. ഈ ഡിസംബർ മാസത്തിലെ ക്രിസ്മസ് വെളുപ്പാങ്കാലത്ത് രാവിലെ പച്ചവെള്ളത്തിൽ ഇടുക്കി ജില്ലയിലെ എത്ര പേർക്ക് കുളിക്കാൻ കഴിയും? പക്ഷെ ഇപ്പം നമുക്ക് കഴിയും, കാരണം വെള്ളത്തിന് വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു. അല്ലേ, വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം അതുകൊണ്ട് ഇവൻ ഞാൻ നോക്കിയപ്പോൾ നല്ല സ്റ്റേബിളായിട്ട് വന്നിട്ട് വെള്ളം ഒഴിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ പിന്നെ വെളിയിലൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ കപ്പളത്തിൽ 2-3 കപ്പളങ്ങ അടക്കുക. അപ്പോൾ ആൻസൂട്ടൻ പറഞ്ഞു ആ കപ്പളങ്ങ പഴുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നീ പറിച്ചോടാന്ന് പറഞ്ഞു. അവൻ പോയി കപ്പളങ്ങ പറിച്ചതിന് അത് പഴുത്തിട്ടൊന്നും ഇല്ലായിരുന്നു. അത് കുറച്ച് ഫ്രൂട്ട്സും കൂടെ വാങ്ങിയാലോടാ. അല്ലേ, അവിടെ ഫ്രൂട്ട്സ് കാണുമായിരിക്കും അല്ലേ? അവിടെ തന്നെയാണല്ലോ, എൻ്റെ അടുത്തുള്ള കട കാണുമായിരിക്കും. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് കുറേ നാളായി. നമുക്ക് കുറച്ച് കേക്ക് ഫ്രൂട്ട്സൊക്കെ വാങ്ങണം എന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സോപ്പ്, അമ്മച്ചി ചന്ദ്രികയുടെ സോപ്പാണ് ഉപയോഗിക്കുന്നത്. അമ്മച്ചിയുടെ സോപ്പ് തീർന്നു. അപ്പോൾ ചന്ദ്രിക സോപ്പ് വാങ്ങണം. ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ ദിവസം പിയേഴ്സ് വാങ്ങിയിട്ട് അമ്മച്ചി വേറെ ഒരു സോപ്പ് ഉപയോഗിക്കത്തില്ല, ചന്ദ്രിക മാത്രം ഉപയോഗിക്കത്തുള്ളൂ. ചന്ദ്രിക സോപ്പിന്നറുമണം അമ്മച്ചിയുടെ. അങ്ങനെ നീ അങ്ങോട്ട് പോവാ ഡാൻസേ. അപ്പം നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. 1/2 മണിക്കൂർ താമസം ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നേ.
എന്നാ അത് നീ അത്തപ്പൂക്കളിടാൻ പോവാണോ? എന്താടാ അത്? നിനക്ക് വട്ട കണ്ട ഇലയും പറക്കി പോക്കറ്റിൽ ഇട്ടോണ്ടിരിക്കുക. മുതലക്കടം വരെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് അവിടെ തന്നെ ഇടാന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞേ. ആൻസൂട്ടനോട് പറഞ്ഞു, ആൻസൂട്ടൻ എതിലെ പോയാലും ഇല്ലേ കുറച്ച് ഇലയോ എന്തെങ്കിലും പൂവോ എന്തെങ്കിലും കല്ലൊക്കെ എടുത്ത് പോക്കറ്റിൽ ഇടുക. എന്നിട്ട് അത് അവിടെയൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു, എടാ ഇലയുടെയൊക്കെ ജന്മനാട്ടിൽ നിന്ന് അതിനെ പറിച്ച് വേറൊരു നാട്ടിലേക്ക് നീ കൊണ്ടുപോകല്ലേ. ചാടിക്കിടക്കണാണെങ്കിൽ പോലും അതിൻ്റെ ഉറ്റവരുടെ ഉടയവരുടെയൊക്കെ അടുത്തുനിന്ന് കൊണ്ടുപോകുമ്പം അതിന് ഭയങ്കര വിഷമം വരില്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇല എടുത്തോടത്ത് അവനൊരു മാർക്കൊക്കെ ചെയ്ത് റൗണ്ടിൽ അവനൊരു മാർക്കൊക്കെ ചെയ്തിട്ട് പോക്കറ്റിൽ ഇല എടുത്ത് വെച്ചേക്കോ. തിരിച്ചു വരുമ്പോൾ തിരിച്ച് അതേ സ്ഥാനത്തുകൊണ്ട് വെക്കാനാണ്. എൻ്റെ പൊന്നോ, ഇതിൻ്റെ കാര്യം ഓർക്കണം. ഒരു രസം. കുഞ്ഞു പിള്ളേരായിരിക്കുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ. ഞാനും ചെറുപ്പത്തിലൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാറുന്നു. എനിക്ക് തോന്നുന്ന ഒരേ പ്രായത്തിലുള്ള ചിന്താഗതികളൊക്കെ ആയിരിക്കും ഇതൊന്നും അല്ലേ. ഞാനും അങ്ങനെയൊക്കെ കൊണ്ടുപോകാറുന്ന ഡാൻസ് സത്യമായിട്ടും. എല്ലാവർക്കും എന്തുവാ വട്ടാടാന്ന്. കുറച്ച് വട്ടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളന്നേ. അപ്പം നമ്മൾ കടയിലൊക്കെ പോയി, കടയിൽ ചെല്ലുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കാം കേട്ടോ. ഓക്കെ. അങ്ങനെ ഞാനും ആൻസൂട്ടനും കൂടെ കൂടിയിട്ട് വൈകുന്നേരം ഒന്ന് കടയിൽ പോയി. അപ്പോൾ കണ്ട കാഴ്ചകളൊക്കെയാണ് കേട്ടോ. എല്ലാ വീട്ടിലും തന്നെ നക്ഷത്രവും ബൾബുകളും അങ്ങനെ പലവിധ അലങ്കാരങ്ങളും കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ കടയിൽ പോയപ്പോൾ നമ്മൾ ആദ്യം തന്നെ 2 പാക്കറ്റ് മെഴുകുതിരിയൊക്കെ വാങ്ങിച്ച് മുതലക്കുടം പള്ളിയിൽ ഒന്ന് കയറി കേട്ടോ. അപ്പോൾ മെഴുകുതിരി വാങ്ങിയ കടയുടെ ആ ഭാഗത്ത് നിന്നാണ്, ആ കടയിൽ നിന്ന് തന്നെയാണ് നമ്മൾ കലണ്ടറും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻസൂട്ടൻ്റെ കയ്യിൽ കലണ്ടറൊക്കെ കൊടുത്ത് മെഴുകുതിരിയൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ പള്ളിയിൽ ചെന്നപ്പോഴോ പകലും നമ്മൾ ഇതൊന്നും നമ്മൾ കണ്ടിരുന്നില്ല. ഇത്രയും ബൾബലങ്കാരങ്ങളൊക്കെ ഉണ്ടെന്ന് കണ്ടിരുന്നില്ല. അത്ര മാത്രം ബൾബലങ്കാരങ്ങളായിരുന്നു. സമയം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6:15 ആയിട്ടുണ്ടായിരുന്നുള്ളെങ്കിലും നന്നായിട്ട് ഇരുട്ടായിരുന്നു കേട്ടോ. ഇപ്പം നേരത്തെ തന്നെ രാത്രി അങ്ങ് വരുമല്ലേ. പകൽ കുറവും രാത്രി കൂടുതലും ഉള്ള സമയമാണത്. എന്താണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. രാത്രി കിടന്നുറങ്ങിയിട്ട് ഉറക്കം അങ്ങ് ശരിയാകൊന്നുമില്ല. അങ്ങനെ നമ്മൾ മുതലക്കുടം പള്ളിയിൽ ചെന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. പ്രാർത്ഥിക്കാനായിട്ട് വന്നവരും അതുപോലെ തന്നെ ഈ വീഡിയോയൊക്കെ എടുക്കാനായിട്ട് വന്നവരൊക്കെ. അവരാരും യൂട്യൂബർമാരൊന്നും അല്ല, വീട്ടിലുള്ളവരൊക്കെ കൊണ്ട് കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് ചുമ്മാ സാധാരണ പോലെ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ കണ്ടത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ അലങ്കാരങ്ങൾ തന്നെയായിരുന്നു പള്ളിയിൽ വെച്ചത്. കാരണം അത് ഈ കമ്പി കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം മുതൽ ഇത് തന്നെയാണ്. അല്ലെങ്കിൽ മുറ്റത്ത് വലിയ പുൽക്കൂട് ഉണ്ടാക്കി ഭയങ്കര ഭംഗിയിലൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. ഇതിപ്പം പുൽക്കൂടും ഇടയന്മാരും ആടും അതുപോലെ ഒട്ടകവും രാജാക്കന്മാരും അമ്മയും യോസേപ്പിതാവും ഉണ്ണീശോയും മാലാഖയും അതുപോലെ സ്റ്റാറും നക്ഷത്രവും ട്രീയും ഒക്കെ കമ്പിയിലുണ്ടാക്കി വെച്ചേക്കുവാണ്. അപ്പം അതിൽ ഇലുമിനേഷൻ ബൾബ് കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയായി. പിന്നെ ഈ ഒരു പച്ചപ്പ്, അത് പള്ളിയുടെ ഫ്രണ്ടിലുള്ളൊരു ചെറിയൊരു ഗാർഡനാണ് കേട്ടോ. ആ ഗാർഡനിൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഭംഗിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയൊരു കാര്യമുണ്ട്. ഈ ഗാർഡന്റെ തൊട്ടടുത്തായിട്ട് ഒരു ഞാവൽ മരം ഉണ്ടായിരുന്നു. നിറയെ ഞാവൽപ്പഴം ഉണ്ടാകുമായിരുന്നേ. അപ്പോൾ ഈ ഗാർഡനിൽ ഇങ്ങനെ വല കെട്ടിയിട്ടിട്ട് പള്ളിയിലേക്ക് ആ ഞാവൽപ്പഴം ചാടുന്നതെല്ലാം വലയ്ക്കകത്തേക്ക് അവർ പിടിച്ചെടുക്കുമായിരുന്നു കേട്ടോ. ആ ഞാവല് വെട്ടിക്കളഞ്ഞു. അതായത് ഈ ഗാർഡൻ വെക്കാൻ വേണ്ടിയിട്ട് ആ ഞാവലങ്ങ് വെട്ടിക്കളഞ്ഞു. ഞാവൽ ഒരുപാട് പക്ഷികളൊക്കെ വന്നിരിക്കുമായിരുന്നു. പക്ഷികൾ വന്നിരിക്കുന്നതിൻ്റെ അടിഭാഗത്തേക്ക് പിന്നെ നോക്കിയേ വേണ്ട, അതുപോലെ പക്ഷികളുടെ കാഷ്ടം ചാടിക്കിടക്കുന്നുണ്ടാകും. അപ്പോൾ ഒരു ഞാവൽ വെട്ടിയെങ്കിലും പക്ഷികൾക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. സൈഡിലായിട്ട് വേറെ 2-3 മരങ്ങൾ നിറയെ ഉണ്ടാവും. നിറയെ പക്ഷികളാണ്. എന്തുമാത്രം പക്ഷികളാണെന്നറിയാവോ. അപ്പോൾ ഇത് ഈ ഒരു പിക്ചർ കണ്ടപ്പോൾ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇലുമിനേഷൻ ബൾബിട്ട് ഇതിനിപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ കഴിയുമ്പോഴത്തേക്കും അഴിച്ച് വീണ്ടും അകത്ത് വയ്ക്കും. പിന്നെ ഇരുൾ മൂടിയ അവിടെ ഇങ്ങനെ രാജാക്കന്മാരൊക്കെ ഇരുന്ന് പിന്നെ അടുത്ത ക്രിസ്മസ് കാലം വരുന്നതും കാത്തിങ്ങനെ ഇരിക്കണ്ടേ. നമ്മൾ ഓരോരുത്തരുടെയും വീടുകളിലുണ്ടാക്കിയ പുൽക്കൂടുകളും ഉണ്ണീശോയും എല്ലാം ഇതുപോലെ തന്നെ ഷോക്കേഴ്സിലും ഓരോ മുറികൾക്കുള്ളിലൊക്കെ ആയിട്ട് സ്ഥാനം പിടിക്കും. അടുത്ത ഒരു ക്രിസ്മസ് കാലത്തേക്ക് നോക്കിയിരുന്നല്ലേ. ആ ഒരു ക്രിസ്മസ് കാലത്തേക്ക് നമ്മളൊക്കെ ഉണ്ടാവുമോ, ഭാവി എന്താകും, ഫ്യൂച്ചർ എന്താകും എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പം നമ്മളായിരിക്കുന്ന നിമിഷത്തിൽ നമ്മൾ സന്തോഷിക്കാൻ പിന്നത്തേക്കൊരവസരത്തിലേക്ക് മാറ്റി വെക്കരുത്. ഇപ്പം എൻ്റെ കയ്യിലൊന്നുമില്ല, പൈസ ഇല്ല, അതില്ല, ഇതില്ല, അതുകൊണ്ട് അതൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് സന്തോഷിക്കാം, അടിച്ചു പൊളിക്കാം, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കാശൊക്കെ ചിലപ്പോൾ വരുമ്പോഴത്തേക്ക് നമ്മളുണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല.
അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ നിമിഷവും ആസ്വദിക്കാറുണ്ട്. സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു നിമിഷവും അത് കയ്യിൽ 10 രൂപയുള്ളെങ്കിൽ പോലും നമ്മൾ ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ചൊക്കെ അങ്ങ് മുന്നോട്ട് പോകും. അപ്പോൾ ഇതാണ് കൽക്കുരിശിൻ്റെ ഭാഗം. കൽക്കുരിശിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ പള്ളിയിൽ സ്റ്റാർ ഇതാണ് കേട്ടോ. പണ്ടൊക്കെ സ്റ്റാർ ഉണ്ടാക്കി വയ്ക്കുന്ന സ്റ്റാറായിരുന്നു, പക്ഷേ ഇത്തവണ ഇതൊക്കെ തന്നെയാണ്. പിന്നെ പള്ളിയിലുള്ള ഈ വചനങ്ങളൊക്കെ അത് എല്ലായ്പ്പോഴും ഉള്ളതാണ് കേട്ടോ. ഈ സ്റ്റാറിൻ്റെ കറക്റ്റ് മുകളിലായിട്ടാണ് മുതലക്കുടത്ത് മുത്തപ്പൻ നമ്മളെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്. ഗീവർഗീസ് സഹദായാണ് കേട്ടോ, അതായത് സെൻറ്റ് ജോർജിനെയാണ് മുതലക്കുടത്ത് മുത്തപ്പൻ എന്ന് പറയുന്നത്. അരുവിത്തറ വെല്ലിച്ചൻ, മുതലക്കുടത്ത് മുത്തപ്പൻ, അങ്ങനെ ഓരോ പള്ളിയിലും ചെല്ലുമ്പം ഓരോ പേരുകളിൽ അറിയപ്പെടുകയാണ്. അത് ഓരോ വിശ്വാസികളുടെ വിശ്വാസം അനുസരിച്ച് അവർ വിളിച്ചു പോകുന്ന പേരുകളായിരിക്കാം. അപ്പം മുതലക്കടം പള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേര് കേട്ട ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല കേട്ടോ. അങ്ങനെ അപ്പം ഈ ഒരു ഇലുമിനേഷൻ മാത്രമേ ഇട്ടിട്ടില്ല, എന്തായിരുന്നോ എന്തോ. പിന്നെ ഒരു സ്റ്റാർ ഇതാണ് അവിടെ ഉണ്ടായിരുന്നിട്ട്, അത് ആൻസൂട്ടനെ കണ്ടുപിടിച്ചത്. പള്ളിമണി കെട്ടി ഇരിക്കുന്ന ഒരു സ്തൂപമാണത്. അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റാർ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെയൊക്കെ പൂച്ചെടിയുണ്ടോ അതിലെല്ലാം ഇലുമിനേഷൻ ബൾബുകളും ഉണ്ടായിരുന്നു. വളരെ ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. എത്ര നോക്കിയിട്ടും മതിയായില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പള്ളി തുറന്നാണ് കിടക്കുന്നത്. എപ്പോഴും ആളുകൾ വരും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ ഇറങ്ങി. അപ്പോൾ വന്ന വഴിക്കോടെയല്ല, സൈഡിലുള്ള സ്റ്റെപ്പിൽ കൂടിയാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ വണ്ടി ഡീസലടിക്കാനായിട്ട്, നമ്മൾ വന്ന വണ്ടി ഡീസലടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ഇവിടെ നിന്നു. അപ്പോൾ അത് സ്റ്റെപ്പിൻ്റെ ഭാഗത്തുള്ള ഗീവർഗീസ് സഹദായാണ് കേട്ടോ. അതായത് മുതലക്കുടത്ത് മുത്തപ്പൻ്റെ ഒരു പിക്ചറും അവിടെ ഒരു ഭണ്ഡാരക്കുറ്റിയുണ്ട്. പിന്നെ അവിടെയാണ് ഇതുണ്ടാക്കിയത് തന്നെ ജൂബിലി മെമ്മറി ആയിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. 1312 ഉണ്ടാക്കിയ പള്ളിയാണിത്. അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ് കേട്ടോ. ATM-ലൊക്കെ പൈസ എടുത്ത് കഴിഞ്ഞാണ് നമ്മൾ പള്ളിയിൽ കയറിയത്. തിരിച്ചു പോരുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്രൂട്ട്സ് കടയിലൊന്നും ആരും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മളവിടെ ചെന്നിട്ട് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻസൂട്ടൻ്റെ താല്പര്യപ്രകാരമാണ് വാങ്ങിയത്. അതിന് ശേഷമാണ് നമ്മളുടെ പ്രിയപ്പെട്ട ബേക്കറിയിൽ വന്നത് കേട്ടോ. ബ്രദേഴ്സ് ബേക്കറി പട്ടയംകവലയിലും മുതലക്കുടത്തും അതുപോലെ തൊടുപുഴയൊക്കെ ഉണ്ട് കേട്ടോ ബ്രദേഴ്സ് ബേക്കറി. അപ്പോൾ പട്ടയംകവലയിലാണ് ബ്രദേഴ്സിൻ്റെ ഹോട്ടലും ഉള്ളത്. ഞാൻ അവിടെ നിന്നാണ് പൊറോട്ടയും ബീഫും ചിക്കൻ ഫ്രൈ ഒക്കെ പൊതുവേ വാങ്ങുന്നത്. അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ജോജോ ചേട്ടനുള്ളപ്പോൾ ഇവിടെ കയറി നമ്മൾ ഫുഡൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ഞാൻ സ്ഥിരം ചെന്ന് അവർക്ക് നല്ല പരിചയമാണ്. സ്ഥിരം ഒരു കസ്റ്റമറായിട്ട് അവർക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതൊക്കെ അവർ കണ്ടെങ്കിലും നമ്മുടെ ചാനൽ ഏതാണെന്നൊന്നും അവർക്ക് അറിയുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. സത്യത്തിൽ ഇത് ശരിക്കും ഒരു പ്രൊമോഷൻ വീഡിയോ പോലെ ആയിട്ടുമുണ്ട്. അപ്പോൾ അത് അവിടെ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസൊക്കെയാണ്. ഇതിൽ നമ്മൾ കുറച്ചൊക്കെ വാങ്ങിയിട്ടും ഉണ്ടായിരുന്നു. കേക്ക് പീസൊക്കെ ഇരിക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ പലവിധ കളറുകളുള്ള ടിന്നുകളിൽ. അപ്പോൾ ആൻസൂട്ടൻ അവിടെ നിന്ന് ഓരോ ഓർഡറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെ വേണമെന്നൊക്കെ ആൻസൂട്ടനോട് അങ്ങ് വാങ്ങിക്കോളാം ഞാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ ഷാമ്പു ഒക്കെ എടുത്തതൊക്കെ അവിടെ നിന്നാണ് കേട്ടോ. അവിടെ എല്ലാ കൂട്ടം കാര്യങ്ങളും കിട്ടുവേ. അങ്ങനെ ബ്രദേഴ്സിൽ നിന്നും വന്ന് നമ്മൾ കുന്നം എന്ന് പറയുന്നൊരു ഷോപ്പിൽ നിന്ന് നമ്മൾ കപ്പ വാങ്ങി. ആ ഷോപ്പിലെ പയ്യന് നമ്മുടെ ഇൻസ്റ്റഗ്രാം വീഡിയോസൊക്കെ കാണുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റയിലൊന്നും കാണുന്നില്ലല്ലോ എന്ന് ആ കൊച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇൻസ്റ്റയിൽ ഭയങ്കര ആക്റ്റീവ്, നല്ല വ്യൂസൊക്കെ കിട്ടുന്നുണ്ടെന്ന്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. കൂട്ടുകാരെ ആൻസൂട്ടം കൊണ്ടുപോയ ഇല അതേ തിരിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നോ വട്ടാണ് മുറ്റ അടിക്കുന്നതാ ചെക്ക. ഒന്ന് ചിരിച്ചേ. ഓ, നമ്മൾ ആൻസൂട്ടൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എല്ലാ കൂട്ടം സാധനവും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ആൻസൂട്ടൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഷോപ്പിംഗ് ആയിരുന്നേ. ആൻസൂട്ടന് എന്ത് വേണമെന്ന് പറഞ്ഞോ അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ആൻസൂട്ടനൊന്നും കിട്ടിയില്ല എന്നാരും പറഞ്ഞേക്കരുത്. നമുക്ക് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. അത് ആൻസൂട്ടൻ്റെ ആഗ്രഹമല്ല. നമുക്ക് ഈ വർഷത്തെ കലണ്ടർ വാങ്ങിയത് അതവിടെ വെച്ചാറേ. എന്നും പത്രക്കാരൻ ചേട്ടൻ കലണ്ടർ കൊണ്ട് തരുന്നത്. ഈ വർഷം കലണ്ടർ ഞാൻ കണ്ടില്ല, അതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയല്ലേ ആൻസൂട്ടാ. അതൊരു 7up വാങ്ങിയതാട്ടെ. കുറേ നാളായി നമ്മൾ 7up വാങ്ങിയിട്ട്. അതുകൊണ്ട് വലിയൊരു കുപ്പി 7up നമ്മൾ വാങ്ങിയതേ ഉള്ളേ. 7up കുടിച്ച് വയറ് നിറച്ചേക്കരുത് കേട്ടോ. നമ്മളിതൊക്കെ ഇത് നമ്മൾ അമൂല്യയുടെ ഒരു കിലോയുടെ ഒരു മിൽക്ക് പൗഡർ വാങ്ങിയതാണ് കേട്ടോ.
ഉണ്ടോ, നമ്മൾ ഇവിടുത്തെ തീർന്നായിരുന്നു, അതുകൊണ്ട് നമ്മൾ വേറെ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഐസ്ക്രീം എവിടെയാണെന്ന് വെച്ചാൽ വേഗം തപ്പി കണ്ടുപിടിച്ചോ. അത് കേക്ക് കേട്ടോ. ഇത് നമ്മൾ കേക്ക് വാങ്ങിയതാണ്. കേക്കിൻ്റെ വീഡിയോ നമ്മൾ പിന്നെ എടുക്കുന്നതായിരിക്കുമേ. ഇത് കപ്പ. അമ്മച്ചി അങ്ങോട്ട് ഞങ്ങൾ കടക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ അമ്മച്ചിക്ക് കപ്പ തിന്നാൻ ഭയങ്കര കൊതി. ഇവിടെ മീനും ഉണ്ട്. അമ്മച്ചി പറഞ്ഞ ഡയലോഗ് ഒന്ന് പറയാവോ? പിന്നെ ഒന്നും പറ അമ്മച്ചി. മീൻകറിയുണ്ട്, മീൻ വറുത്തതുണ്ട്, പിന്നെ ഇറച്ചിക്കറിയുണ്ട്. കപ്പ ഉണ്ടെങ്കിൽ അതുകൂടി കഴിക്കാമെന്ന് പറഞ്ഞു. അമ്മച്ചിക്ക് പലഹാരമൊന്നും ഇഷ്ടമല്ലാത്ത പിടി അപ്പോൾ അമ്മച്ചിക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. അമ്മച്ചിക്ക് ഇച്ചിരി കപ്പപ്പുഴുക്ക് കിട്ടി അമ്മച്ചി ഹാപ്പി. പിന്നെ നമ്മൾ 3 ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് അടുത്ത് പോണതിന് മുമ്പ് തന്നെ കഴിക്കണം. ഇവിടെ വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാം. പെട്ടെന്നെല്ലാം ഒന്ന് കാണിച്ചിട്ട് നമുക്ക് പിന്നെ എടുക്കുമ്പോൾ നൈറ്റ് വീഡിയോ ആയിട്ട് അങ്ങ് എടുക്കാൻ പോരെടാ. അത് നമ്മൾ അമ്മച്ചിക്ക് ബ്രഷ് വേണോ? പല്ല് തേക്കാൻ ബ്രഷ് വേണോ? 3 ഉണ്ട്. എനിക്ക് ഏതാണേലും അപ്പം അമ്മച്ചനാണാണോ? അത് കൊള്ളാമല്ലോടാ. ഐസ്ക്രീം തണുത്ത് പോകും, അടുത്ത് പോകും. അതിപ്പോൾ പൊട്ടിക്കണ്ട, അങ്ങനെ വേറെ വേറെ വെച്ചാൽ മതി. ഐസ്ക്രീം അടുത്ത് പോകുന്ന. കോൾഗേറ്റ് വാങ്ങിയിട്ട് ഒരു കോൾഗേറ്റ്. ഇത് അമ്മച്ചിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അമ്മച്ചി ചന്ദ്രിക സോപ്പേ തേക്കത്തുള്ളൂ. ചന്ദ്രിക സോപ്പിന്നറുമണം. നമ്മളെല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടോ. ഡവിൻ്റെ ഷാമ്പു അവിടെ ഉണ്ടായില്ല, അപ്പോൾ പിന്നെ പാൻറ്റീൻ വാങ്ങിച്ചു. ഹെയർ ഫോൾ സൊല്യൂഷൻ ആണ് കേട്ടോ, ഇത് നല്ലതാണ്. പിന്നെ ഡവിൻ്റെ ഒരു കണ്ടീഷണറും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് അമ്മച്ചി എടുത്തിട്ട് ഷാമ്പു എന്ന് പറഞ്ഞ് തലയിൽ തേച്ചേക്കരുത്. ഞാനിത് കണ്ടീഷണർ വാങ്ങി വെച്ചു. ഒരു കുപ്പി വാങ്ങിച്ചിട്ട് നോക്കിയപ്പോൾ ഇല്ല. ഞാൻ നോക്കിയപ്പോൾ അമ്മച്ചി അത് മുഴുവൻ തലയിൽ തേച്ച്. അമ്മച്ചി എടുത്തു. അത് കറക്കിക്കണ്ട, അമ്മച്ചി എടുത്തു. അത് അത് തീർന്നു കഴിഞ്ഞാ കൊച്ചു പറഞ്ഞത്. പാരച്ചൂട്ട് തലയിൽ തേക്കാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. ഞാൻ തലയിൽ പാരച്ചൂട്ടാണ് തേക്കാറുള്ളത് കേട്ടോ. ആൻസൂട്ടൻ്റെ ഇഷ്ടത്തിന് വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ എല്ലാം. ബട്ടർ ആണിച്ചേ. ആൻസിന് ബട്ടർ വേണമെന്ന് പറഞ്ഞേ. ഒരു പ്രിങ്കിൾസ് 100 രൂപയാണ് ഇതിൻ്റെ വില. നീ എന്തോന്ന് ഓർത്ത് ചുമ്മാ കിട്ടിയതാന്നാ. അതൊരു കേക്കാണ് കേട്ടോ. ആ പൊട്ടിച്ചേ, കവറ് പൊട്ടിച്ചേ. അപ്പോൾ ആൻസൂട്ടനാണെങ്കിലേ റിച്ച് പ്ലം കേക്ക്. അപ്പോൾ ആൻസൂട്ടനാണെങ്കിലേ സ്വർണ്ണ കളർ പെട്ടിക്കകത്ത് കേക്ക് കഴിക്കണമെന്ന് ഭയങ്കര മോഹമായിരുന്നേ. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. നമ്മുടെ ബ്രദേഴ്സ് ബേക്കറിയുടെ കേക്കാണ് കേട്ടോ, വേറെ ആരുടെയും കേക്കല്ല. ബി എന്ന് എഴുതിയേക്കണം. ബ്രദേഴ്സിൻ്റെ കേക്കാണ്. ഓക്കെ. പിന്നെ ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്. ബ്രദേഴ്സിൻ്റെ തന്നെ ബ്രെഡാണ് കേട്ടോ. കടക്കാർക്ക് പോലും അറിയില്ല ഇതുപോലെ ഒരു പ്രൊമോഷൻ വീഡിയോയിൽ കിട്ടുന്നുണ്ടെന്ന്. അതാണ് വേറൊരു സത്യം. എനിക്ക് അവരുടെ ഫുഡ് ഇഷ്ടമായത് കൊണ്ടാണ് കേട്ടോ. ഇത് നമ്മുടെ 2 പേരുടെയും കൂടെ ഫേവറേറ്റാണ്. ഡയറി മിൽക്ക് കേട്ടോ. ഡയറി മിൽക്ക് വാങ്ങി നമുക്ക് കിടക്കാൻ നേരത്തെ കഴിക്കാവേ. ഇത് ഞാൻ വെറുതെ എനിക്ക് കൊതിയായിട്ട് വാങ്ങിയത്. കഴിഞ്ഞ ദിവസം സാമ്പാർ കൂട്ടിയൊക്കെ കഴിക്കാൻ നല്ലതാണ്. കൊതി ആരോ എവിടെയൊക്കെയോ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് കൊതിയായിട്ട് വാങ്ങിയതാണ്. ഉഴുന്നുവട. ചുമ്മാ ഉഴുന്നുവട ചുമ്മാ തിന്നാൻ വാങ്ങിയതാണ്. ഞാനാണെങ്കിൽ രാവിലെ ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ, പിന്നെ ഒന്നും കഴിച്ചില്ല. നീ എവിടെ പോവാടാ? പുതിയ കത്തിയേ എടുക്കുള്ളു. പിന്നെ പുളി, ഇവിടെ കുടംപുളി തീർന്നു പോയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുടംപുളി വാങ്ങിയതാണേ. കുടംപുളിയും പഴം. പിന്നെ ഞാൻ കുറേ ഫ്രൂട്ട്സ് വാങ്ങിച്ച. ഇന്നാൾ അമ്മച്ചിക്ക് ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അമ്മച്ചി പരാതി പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീടിൻ്റെ മുകളിൽ കയറിയിരുന്നപ്പോൾ, പെരപ്പുറത്ത് കയറിയിരുന്നപ്പോഴേ ഇവൻ്റെ വേർക്ക് ഇത് പൊക്കി കാണിച്ചിട്ട് ഇത് വേണോ, നിനക്കിത് വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരുതേ അത് പൊട്ടിപ്പോയി. നിനക്കിത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാനിത് അമ്മച്ചിക്ക് ഇത് കൊടുക്കണമെന്ന് വെച്ചപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വേറെ എന്തോ ഡയലോഗാണ് പറഞ്ഞത് കേട്ടോ. അമ്മച്ചിക്ക് ഞാനിത് കൊടുത്തില്ല എന്നും പറഞ്ഞ് അമ്മച്ചി പരാതി പറഞ്ഞു. ഞാൻ കേട്ടത് വേറെ എന്തോ ആയിരുന്നു. ഇനി അത് തിന്നോണ്ടിരിക്കാൻ സമയമില്ലടാ, അതവിടെ ഇരിക്കട്ടെ. എല്ലാവരും നിന്ന് തിന്നുവാ, എനിക്ക് മാത്രം ഒന്നുമില്ല. കേക്ക് കൂട്ടുകാരെ ഇങ്ങെടുക്ക ഇറക്കാതെ കൂടോടുകൂടി. ഇതെന്തുവാ ഇതാ? തൂക്കം തികയാൻ വേണ്ടി ഇട്ടതാണേ. ഒരു കുഞ്ഞ് ആപ്പിള്. ഇങ്ങനെ ആപ്പിളെന്നൊക്കെ പറയാവോ എന്ന് എനിക്കറിയത്തില്ല. പേരക്കയാണ് കേട്ടോ. അതെ, ഇവിടെ എന്തോ ഒരു പാട് നോക്കി എടുക്കാത്തതുകൊണ്ടാണ്. അവനെ വലിയ പേരക്ക വേണമെന്ന് പറഞ്ഞാൽ വലിയത് വാങ്ങിയതാണ്. പിന്നെ നമ്മൾ ഇച്ചിരി നാരങ്ങയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നാരങ്ങ വല്ല എനിക്കാണ് ഈ പ്രഷറൊക്കെ ലോ ആകുന്നതാണ്. ഇതിങ്ങ് പൊട്ടിച്ചാടാ. നെല്ലിക്ക ഉപ്പിലിടാനൊക്കെ വേണ്ടി വാങ്ങിയതാണ് ഞാൻ. ഉപ്പിലിടാൻ
അത് ഓർന്നെങ്കിൽ എടുത്ത് ആപ്പിള് ഇതുണ്ട് ആപ്പിള്. ആൻസൂട്ടിന് ഒത്തിരി നാളായി ഇതുപോലെ ആപ്പിളും ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സ് കടയിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആൻസൂട്ടിന് വേണ്ടി വാങ്ങിച്ചു കൊടുത്തതാണ് ഫ്രൂട്ട്സൊക്കെ കേട്ടോ. അത് നെല്ലിക്കയാണ് കേട്ടോ, നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാം. പിന്നെ ഇത് കിരൺമത്തങ്ങയാണ്. പിന്നെ ഇത് ചീരയും പിന്നെ ഇതും ഉണ്ട്. ഇതിങ്ങ് പൊട്ടിക്കാം. ചീര പൊട്ടിക്കുക, ആവശ്യത് ചീഞ്ഞു പോകും. നമ്മളെ പച്ചക്കറി കഴിക്കുമ്പോഴേ നമ്മൾ ഇടയ്ക്കെങ്കിലും ഇലക്കറികൾ കഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇല വാങ്ങിയതാണ് കേട്ടോ, 2 ടൈപ്പ് ഇലക്കറി. പൊട്ടിച്ചേടാ എടാ, ഇതിങ്ങ് പൊട്ടിച്ചേടാ ആൻസേ. ഈ പച്ചക്കറി ഇട്ട് വയ്ക്കണ പാത്രം. രണ്ട് ഇലക്കറിയാണ് വാങ്ങിയത് കേട്ടോ. എന്നാൽ കൂട്ടി പിടിക്കാം, കളയല്ലേടാ, ഇലയല്ല ഇപ്പോൾ പോവും. ഇതാ ഇതും ഇലയാണ് കേട്ടോ, ക്യാബേജ്, വയലറ്റ് കളർ ക്യാബേജ് കേട്ടോ. കറി വെക്കുമ്പോൾ ഇച്ചിരി കളർഫുള്ളായിട്ട് ഇരിക്കട്ടെ എന്നർത്ഥം നമ്മൾ വയലറ്റ് കളർ വാങ്ങിയത്. ഇത് ഇവൻ്റെ നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നു, അവനത് നോക്കി എടുത്തേക്കുന്നു. എടാ കൊച്ചു കള്ളാ, നീ കൊള്ളാലോടാ കൊച്ചു. അമ്പട പുളുസൂ. വേഗം അടുത്ത് നിന്ന് അമ്മച്ചിക്ക് കഴിക്കാം. ചുമക്കൂടൊക്കെ അവിടെ കിടന്നോളൂ. കത്തി എന്തിനാടാ? ഇന്ന് നമ്മള് കടയിൽ പോയി വാങ്ങിയതെല്ലാം ആൻസൂട്ടിന്റെ ഇഷ്ടത്തിനാണ് കേട്ടോ. ഒന്ന് വന്നേ, ഹാപ്പി ആയോ ഒന്ന് നോക്ക. ഹാപ്പി ആയോ? ഇന്ന് ആൻസൂട്ടിന്റെ അമ്മച്ചിയുടെ ഇഷ്ടത്തിനാ കടയിൽ പോയി വാങ്ങിച്ചു കൊടുത്തതല്ല കേട്ടോ. പുണ്യം ചെയ്യണടാ, ഇങ്ങനെ ഒരു മമ്മീനെ കിട്ടിയതില്ല, പുണ്യം ചെയ്യാം. തീ കത്തിക്കാൻ ഒരു ലാമ്പോ ലൈറ്റർ വാങ്ങിച്ചോണ്ട് വന്നാ ഇവൻ പോക്കറ്റ് ഇട്ടുണ്ടോന്ന് വഴിക്ക് ചാടിച്ച് കളഞ്ഞേക്കുന്ന. വണ്ടിയിൽ നിന്ന് താഴെ പോയി, പിന്നെ നമ്മൾ വന്ന വഴിക്ക് ഒരു കടയിൽ കയറി 2 ലാമ്പ് വാങ്ങിച്ചു. പിന്നെ വേണ്ട, ഒരു കൈ കൊണ്ട് കോരി തിന്നണം. അമ്മച്ച അതിങ്ങനെ ഇങ്ങനെ കടിച്ചു തിന്നമ്മച്ചേ. അടിപൊളിയായിട്ട് കൂട്ടുകാരെ, ജീവിതം ആസ്വദിക്കുക. അവനാടാ നമ്മൾ മറ്റുള്ളവരെ ഒന്നും ശ്രദ്ധിക്കാനേ പോകരുത്. മറ്റുള്ളവരുടെ ജീവിത രീതി എങ്ങനെയാണെന്ന് നോക്കാൻ പോകരുത്. മറ്റുള്ളവരുടെ നമ്മുടെ കുറ്റങ്ങളോ കുറവുകളൊക്കെ കണ്ടെത്തുന്നതും ആരും നോക്കാൻ പോകരുത്. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക, നമ്മളായിരിക്കുന്ന നിമിഷത്തിൽ സന്തോഷത്തോടു കൂടി പോവുക. പിന്നെ അത് മൊത്തം കുത്തി അങ്ങ് പൊട്ടിച്ച അതിലേക്ക് ചാടിച്ചിട്ടുള്ള സ്പൂണങ്ങ് ഇളക്കിട്ടങ്ങ് കുടിക്കും വെച്ചേ. അങ്ങനെ കലിപ്പുടാ കട്ട കലിപ്പുടാ. അമ്മച്ചിയുടെ കലിപ്പ് കാണണമെങ്കിൽ ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് മൊമെന്റ്സിൽ വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ. നമ്മൾ ജസ്റ്റ് ഇവിടെ വരെ പോയിട്ടുള്ളൂ കേട്ടോ കൂട്ടുകാരേ. പിടിച്ചാലോ പോലെ കലിപ്പിടാ കട്ട. എൻ്റെ ഐസ്ക്രീം തീർന്നു പോയല്ലോ. ഇവരൊക്കെ ഐസ്ക്രീം തിന്നണ, എൻ്റെ തീർന്നു പോയി. അപ്പം ഇനി അടുത്തായിട്ട് നമുക്ക് ബ്രദേഴ്സ് ബേക്കറിയിലെ കേക്ക് പൊട്ടിക്കുന്നതായിരിക്കും. ഇന്ന് ഫുള്ള് തീറ്റ തിന്നു മരിക്കും. ഞാനാണെങ്കിൽ നല്ല രീതിയിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പൊയ്ക്കോട്ടിരിക്കുകയാണ്. വയറൊക്കെ കേട്ടാ എല്ലാം തന്നെ. അതുകൊണ്ടാണ് കൂട്ടുകാരൻ ഞാനൊന്നും കഴിക്കില്ല. ഞാൻ ഈ വാങ്ങുന്ന കാര്യം മാത്രമേ ഉള്ളൂ, കഴിക്കുന്ന കാര്യമൊക്കെ എനിക്ക് തൊത്ത് നോക്കണ ഇഷ്ടമല്ല. ഞാനൊന്ന് തൊത്ത് നോക്കിക്കോട്ടെ എല്ലാം ഒക്കെ ഉണ്ടാവുന്നത്. ആൻസൂട്ടം വന്നത് ഈ ഒരു കോലത്തിലുണ്ട്, ഭയങ്കര കളർഫുള്ളായിട്ടാണ് വന്നത്. റെഡും യെല്ലോ ഒക്കെ ആയിട്ട് ആൻസൂട്ടം വന്നത്. ഞാൻ ബ്ലാക്കാണ് കേട്ടോ, ബ്ലാക്ക്. ഈ ചുരിദാർ എത്ര കൊല്ലം പഴക്കമുള്ള 10 വർഷമെങ്കിലും പഴക്കമുള്ളൊരു ചുരിദാറാണ് കേട്ടോ ഇത്. ഞാൻ അങ്ങ് ഉണ്ടായപ്പോൾ മുതലുള്ള ഡ്രസ്സ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊന്നും കളയത്തില്ല, നമ്മളൊന്നും കളയരുത് കൂട്ടുകാരെ, എപ്പോഴായിട്ട് നമുക്കിതിടാം.
അപ്പം ശരി, എടാ ചവിട്ടല്ലടാ. കൂട്ടുകാരെ, ഉഴുന്നുവടയില്ല ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് മീൻചാറിൽ ഇതാ ഇതുപോലെ മുക്കിയിട്ട് ഒരു കഷണം മീൻ കൂടി ഇങ്ങനെ എടുത്തിട്ട് അടിപൊളിയാണ് കേട്ടോ. ഞാൻ സ്വയമായിട്ട് കണ്ടുപിടിച്ച കോമ്പിനേഷനാണ്, എനിക്കിഷ്ടപ്പെട്ട. കൂട്ടുകാരെ, കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നെങ്കിലും നമ്മൾ രാത്രിയിൽ അത് മുറിച്ചില്ല കേട്ടോ. കാരണം ആൻസ് കൂട്ടുന്നല്ലാത്ത അല്ലറ ചില്ലറ ആപ്പിളോ പൈനാപ്പിളോ അങ്ങനെ അതോ ഇതെല്ലാം കഴിച്ചിരുന്നത് കൊണ്ട് കേക്ക് കഴിക്കാനുള്ള സ്പേസ് ആൻസ് കൂട്ടിൻ്റെ വയറിനകത്തില്ലാണ്ട് പോയി. അങ്ങനെ നമ്മൾ കേക്ക് ഇന്ന് മുറിക്കാമെന്നും പറഞ്ഞെടുത്തു. അമ്മച്ചിക്കാണെങ്കിൽ സുഖമില്ലാതെ കിടക്കുവാണേ. അമ്മച്ചിക്കാണെങ്കിൽ വയറിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ട്, ദഹനത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായി, ജലൂസിലൊക്കെ കഴിച്ചിട്ട് കിടക്കുവാണ് കേട്ടോ. ആൻസൂട്ട് കേക്ക് കട്ട് ചെയ്യണത് ആൻസൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ആൻസൂട്ടിന് കേക്ക് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ എണീറ്റ് ജോലിയൊക്കെ ചെയ്ത് ചോറൊക്കെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. ബ്രെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ബീഫും ബ്രെഡും ആണ് കഴിച്ചത്, ചിക്കനും. കത്തി എടുത്തായിരുന്നാ ഇപ്പൊ മൊത്തം പോയേനെ. കേക്ക് ബാക്കിൽ നിന്ന് കാണിച്ചു തരാവേ. അപ്പോൾ അതേ ആൻസൂട്ടിന് ഞാൻ ക്രിസ്മസിന് വാങ്ങിച്ചു കൊടുത്ത കേക്ക് ഇതാണ് കേട്ടോ. നമ്മളത് മൂന്നാമത്തെ കേക്ക് അല്ലേ, മൂന്നാമത്തെ കേക്കല്ലേടാ ക്രിസ്മസിൻ്റെ. ഇനി നമ്മൾ ന്യൂ ഇയറിന് വേറെ വാങ്ങും കേട്ടോ. അപ്പോൾ ഇതാ കേക്ക്. ഇപ്പം കട്ട് ചെയ്യല്ല, ഞാൻ കേക്കിൻ്റെ ഒരു പിക്ചറൊക്കെ എടുക്കട്ടെ. ആൻസൂട്ടിൻ്റെ സന്തോഷം കണ്ടായിരുന്നു എല്ലാവരും, ഭയങ്കര സന്തോഷമാണ്. ആൻസൂട്ടിനോട് ഞാൻ അതേ തൊടല ഇങ്ങോട്ട് നോക്കിയാടാ. ആൻസൂട്ടിനോട് ഞാൻ ക്രിസ്മസിന് ആൻസൂട്ടിന് എന്താ കഴിക്കാനെന്ന് വെച്ചാൽ എൻ്റെ ഗിഫ്റ്റാണ്, ഫുൾ ആൻസൂട്ടിന് ഇഷ്ടമുള്ളതൊക്കെ എടുത്തോളാം പറഞ്ഞ് ഞാൻ ആൻസൂട്ടിന് ഇഷ്ടമുള്ളതൊക്കെ എടുത്താണ്. കേക്ക് കഴിക്കാൻ കൊതിയാണെന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം കേക്ക് വാങ്ങിയില്ലേ, ആ കേക്കിൻ്റെ പൊട്ടും പൊടിയൊക്കെ ഇരുന്ന് നക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ പിന്നെ എന്നാൽ പോയി വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പോയി. എന്നാൽ പിന്നെ ഏതായാലും കടയിൽ പോയതല്ലേ, ആൻസൂട്ടിന് അങ്ങനെയൊന്നും ഞാൻ ബേക്കറി ഒന്നും അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആൻസൂട്ടിനോട് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് വാങ്ങിച്ചോ ആൻസൂട്ടാ, നിനക്ക് കഴിക്കാനുള്ള ആഗ്രഹമുള്ളതെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ആൻസൂട്ടൻ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അതുമാത്രമല്ല, അതാ ഒരു കേക്കോടെ ഇരിക്കുന്നുണ്ട്, ഒരു ബോക്സ് നിറച്ച് കേക്ക്. ഇങ്ങെടുത്തേ, അത് രണ്ട് കൈ കൊണ്ട് എടുത്ത് പിടിച്ച് പൊക്കി പിടിച്ചേ, കാണാൻ മേല, പൊക്കി പിടിക്കുക. അങ്ങനെയാണോടാ? കണ്ട ആൻസൂട്ടിന് വേറൊരു കേക്കോടെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. വാവ്, അടിപൊളി പ്ലം കേക്കാണ് കേട്ടോ. ബ്രദേഴ്സ് ബേക്കറിയിലെ അടിപൊളി പ്ലം ആണ്. അതടച്ചു വെച്ചാൽ നല്ലൊരു ബോക്സ് കേട്ടോടാ, നല്ലൊരു ബോക്സ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. അപ്പോൾ അതേ ആൻസൂട്ടിന് ഇല്ലാത്ത ഒന്നുമില്ല, എല്ലാ കൂട്ടം കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാവേ. കട്ട് ചെയ്തോ. ഹാപ്പി ബർത്ത്ഡേ ജീസസ്, ഹാപ്പി ബർത്ത്ഡേ ജീസസ്, ഹാപ്പി ബർത്ത്ഡേ ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ ബർത്ത്ഡേ കേക്ക് മുറിക്കുവാണ്. ടിഷം ഒരു മയത്തിനൊക്കെ മുറിക്കടാവേ, മയത്തിനൊക്കെ മുറിക്കേ. പിന്നെ എല്ലാവർക്കും കൂടെ കൊടുത്തേ, ഇതെല്ലാവർക്കും കൂടെ കൊടുക്ക. അപ്പം ക്രിസ്മസിന് മുറിച്ച കേക്ക് എല്ലാവർക്കും തന്നത് ആരാ കഴിച്ചേന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനാണ് കഴിച്ചത്. അപ്പം അതെല്ലാവരുടെ കേക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോക്ലേറ്റ് കേക്കാണോടാ? ബ്ലാക്ക് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ് വിത്ത് ചോക്ലേറ്റ് അല്ലേടാ? അല്ലേടാ ആൻസർ? അടിപൊളി കേട്ടോ. എനിക്കും വേണേ പകുതി. അല്ലാണോ? അത് വൈറ്റ് ചോക്ലേറ്റ്, നല്ല കേക്കാണ് കേട്ടോ. ബ്രദേഴ്സിലെ കേക്കിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ പിന്നെ പോയി വാങ്ങിച്ച് കഴിക്കാൻ തോന്നും. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ വാങ്ങിയത് അവിടെ നിന്ന്. ഇത്തവണ കേക്ക് എടുത്ത് തന്നത് ഓണറ്
അതിൻ്റെ ഓണർ തന്നെയാണ് കേട്ടോ. അവരുടെ തന്നെ വലിയൊരു പുറമയുണ്ട്. അവിടെ ഉണ്ടാക്കുന്ന അവിടെ ഇരിക്കുന്ന എല്ലാ ഫുഡ് ഐറ്റവും അവിടെ ഉണ്ടാക്കുന്ന കേട്ടോ. ഒരു 95% അവിടെ തന്നെ ഉണ്ടാക്കുന്ന. അവൻ വെള്ളം കുടിച്ച് ഡിസംബർ കഴിയുമ്പോഴത്തേക്ക് മണ്ണം മരിക്കില്ലോടാ, ഓടാൻ പോവാം. അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിങ് 3ാമത്തെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടോ. ഇനി അതുണ്ട്, അത് പിന്നെ എന്തെങ്കിലുമൊക്കെ എടുക്കാം അല്ലാടാ കൂട്ടുകാരെ. അപ്പോൾ അങ്ങനെ ക്രിസ്മസ് ആഘോഷത്തിന് കർട്ടൻ താത്തിയിരിക്കുകയാണ്. പിന്നെ അങ്ങ് താഴ്ത്തിയിട്ടൊന്നുമില്ല. നമുക്ക് ഈ ആഴ്ച ന്യൂ ഇയർ വരെ നമുക്ക് എന്താണേലും ആഘോഷങ്ങൾ അല്ലടാ അനുസൂട്ടാ. ആ, നമ്മുടെ ആഘോഷങ്ങൾ എന്ന് പറയാം ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, കിടന്നുറങ്ങുക, TPക്ക് വേണ്ടി പഠിക്കുക, യൂണിറ്റ് ടെസ്റ്റിന് വേണ്ടി പഠിക്കുക. ഇന്ന് മലയാളം ടീച്ചർ പോർഷൻ ഇട്ടിട്ടുണ്ട്. പഠിക്കേണ്ട പാഠം 8, 9, 10 മലയാളം. ഞാനതൊക്കെ നോക്കണുണ്ട്, നീ നോക്കുന്നില്ലെങ്കിൽ പോലും. അപ്പോൾ ഇതായിരുന്നു ആൻസൂട്ടന് ഞാൻ കൊടുത്ത ക്രിസ്മസ് സർപ്രൈസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടോ? എന്തോരും കുറേ എന്ന് പറഞ്ഞാൽ എടാ പറയടാ, നിനക്ക് എന്നോട് എന്തൊരു സ്നേഹം ഉണ്ടടാ? കുറേന്ന് വെച്ചാ 1,00,000 അത്രേ ഉള്ളോ? എടാ എനിക്ക് നിൻ്റെയൊക്കെ ഉടുപ്പിലൊക്കെ ഡിസൈനൊക്കെ ഒരേ പോലത്തെ കളറൊക്കെ ആണല്ലോടാ. നോക്കിയടാ ഉടുപ്പിലെ ഡിസൈൻ അതേ ഇതൊക്കെ ഈ കളറൊക്കെ റെഡ് പോലെയുള്ള കളർ തന്നെയാ. അപ്പോൾ ദേ ഇവിടെ ഇരിക്കും. നമ്മളപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ കൂട്ടുകാരെ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഒരുപാട് സ്നേഹമുണ്ട്, ഹൃദയത്തിൽ നിന്നുമുള്ള സ്നേഹമുണ്ട്. സപ്പോർട്ട് തരുന്ന എല്ലാവർക്കും ഞങ്ങൾ എപ്പോഴും എല്ലാവരെയും ഓർക്കാറുണ്ട്, എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുവരേക്കും. ബിന്ദു ആൻഡ് ആൻസ് ബൈ.